തുടങ്ങിയത് ചേട്ടനെ. അപ്പൊ ഇന്നാളെ ഞാൻ കുളിക്കാൻ കയറിയപ്പോ ചീറ്റിയതാരാ? ഞാൻ പറഞ്ഞില്ലേ ബാത്റൂമിൽ നിന്ന് ചീറ്റണം ഒച്ച കേട്ടൂന്ന്. ഇവിടെ രണ്ടവന്മാര് കള്ളന്മാരാ. ഒറ്റ ആൾക്കാരും വിശ്വസിക്കാൻ പറ്റില്ല. നീ ആണോടാ ചീറ്റിയ? അതെന്നാ ചേട്ടാ കേക്കുന്ന? അവസാനം ഇരുന്ന് ആനസിരുന്ന് മോങ്ങണ്ട വരുവേ. എന്നും വഴക്കിന്റെ അവസാനം ആനസിരുന്ന് കരച്ചില്ല. അവൻ തോക്കൂന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവന്റെ അവിടെ ഇടിച്ച് ഇവിടെ ഇടിച്ചെന്ന്. ഇവൻ ഭയങ്കരനാണ്. ഇവൻ തോക്കൂന്ന് അറിയുമ്പോഴാട്ടോ അത് അവന് തോക്കാൻ പറ്റൂലേ. അതിന് വേണ്ടിട്ടാണ് ഇവൻ ഈ പറയുന്നത്. നീ അവസാനം ഇരുന്ന് മോങ്ങും. അതെന്നാ എനിക്കതറിയാം. എനിക്ക് ഇവൻ തോക്കൂന്ന് അറിഞ്ഞാ പിന്നെ ഇവൻ കരയുള്ളൂ ജയിക്കാൻ വേണ്ടി. ഒരു കളിയായിട്ടുണ്ടെങ്കിൽ അതിന്റെ സെൻസിൽ എടുക്കണ്ടേ. എടാ സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം. എടാ സെൻസിറ്റിവിറ്റി വേണം. ആർക്ക് അവിടെ പോയി. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ എന്താ ഇരുട്ടത്ത് നിന്ന് വീഡിയോ എടുക്കാൻ വന്നതെന്ന് ഓർക്കുവേ. പക്ഷെ ഇത് അധികം വെട്ടമൊന്നും ഇല്ലാതെ എടുക്കേണ്ടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് എടുത്തന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് വെട്ടമൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഞാൻ വന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഒരു കൊച്ചു കിടക്കുന്ന കിടപ്പാണത്. ആൻസിൻ്റെ പുസ്തകം മതി ഞാൻ വാങ്ങി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. വേണ്ട, ഇതിലേതെങ്കിലും ഒരെണ്ണെടുത്ത് പുസ്തകവും ഒരെണ്ണെടുത്ത് ബുക്കും പൊതിയാം എന്നുള്ള പ്ലാനിങ്ങിൽ നമ്മൾ വാങ്ങിയതാണ്. റെഡും അതുപോലെ യെല്ലോ നല്ല നീളമുണ്ട് കേട്ടോ. റെഡ് അത്ര നീളം പോരാ. ചേട്ടൻ അവിടെ ഇരുന്ന് ഭയങ്കരമായ ന്യൂസ് കാണലാണ്. ഞാൻ പകലൊന്ന് കിടന്നുറങ്ങിയേ. അപ്പോൾ എന്തൊരാശ്വാസം. ഒത്തിരി നാൾ കൂടിയാണ് ഞാൻ പകൽ കിടന്നുറങ്ങുന്നത്. പണ്ടൊക്കെ സ്ഥിരമായിട്ട് പകൽ കിടന്നുറങ്ങുമായിരുന്നു. പക്ഷെ ഇപ്പം ഇങ്ങോട്ട് വന്നേ പിന്നെ അങ്ങനെ പകൽ കിടന്നുറങ്ങുന്നത് വളരെ ചുരുക്കമാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വെട്ടോ. അപ്പം ഇന്നാണെങ്കിൽ ഫുള്ള് മഴയാണ്. മഴക്കാലം ഇങ്ങ് എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നാണെങ്കിൽ നല്ല മഴയായിരുന്നു. പകൽ ഫുള്ള് മഴയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന കാര്യം എന്താണെന്നറിയാമോ? തുണി ഉണങ്ങാനായിട്ട്. നമ്മൾ ഡ്രസ്സെല്ലാം വാഷ് ചെയ്ത് വെച്ചാലും ഇത് ഉണങ്ങിക്കിട്ടാൻ. പണ്ടത്തെ കാലത്ത് പിന്നെ അപ്പുറത്തൊക്കെ ആയിരുന്നപ്പോൾ വാഷിംഗ് മെഷീൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കല്ലിൽ അലക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മഴ സമയത്തൊക്കെ തലയിലൊക്കെ കവറൊക്കെ ഇട്ടിട്ട് പോയിട്ട് കല്ലിൽ. ഞാൻ മനഃപൂർവ്വം ഇത് വാങ്ങി വയ്ക്കാത്തതായിരുന്നു കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. ഈ വീട് മാറുമ്പം ഈ മെഷീനറി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പം അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ട് ഇത് ഡാമേജായി പോകാറുണ്ടായിരുന്നു. എൻ്റെ ഫ്രിഡ്ജ് അങ്ങനെ പോയത്. അതുപോലെ എൻ്റെ ഒരു അലമാരി, മെഷീൻ അല്ലെങ്കിൽ പോലും അലമാരി ഡോറ് തട്ടിയിട്ട് പിന്നെ ഡോറ് നല്ല രീതിയിൽ അടയാതെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്രിഡ്ജിന് ഇതുപോലെ തട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അതെന്നും കേടായിരുന്നു. ഞാൻ 4000 രൂപ കൊടുത്ത് നന്നാക്കി വെച്ചെങ്കിലും അത് ഒരാഴ്ച പോലും വർക്ക് ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ അത് കേടായിപ്പോയി. അങ്ങനെ പിന്നെ അത് അവിടെ വെച്ചു. പിന്നെ ഞാൻ നന്നാക്കാൻ പോയുമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ റെൻറ്റിന് താമസിക്കുമ്പോൾ നമുക്ക് ഈ മെഷീനറി ഐറ്റംസ് വാങ്ങി അതൊരു ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ പിന്നെ സ്വന്തമായിട്ടൊരു വീടായി കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീനൊക്കെ മതി. അതുവരെ കൈകൊണ്ട് ഒക്കെ ഉള്ള ആരോഗ്യം ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അലക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അലക്കാനായിട്ട്. മുറ്റത്ത് നിന്ന് അലക്കണം, അല്ലാതെ നമുക്ക് വേറെ സൗകര്യമൊന്നും ഇല്ലല്ലോ. അന്നേരം തലയിലൊക്കെ കവറൊക്കെ ഇട്ടിട്ട് പോയി നിന്നങ്ങ് അലക്കി അലമ്പി പിഴിഞ്ഞൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ട് പിന്നെ അവിടെ പിന്നെ തുണി ഇടാനായിട്ടൊരു വലിയ റൂമുള്ളത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ലേ. പക്ഷെ ഇവിടെ അങ്ങനെ തുണി ഇടാനായിട്ടോ റൂമില്ല നമുക്ക്. അതിലും വലിയ വീടാണിതെങ്കിൽ നമുക്ക് തുണി ഇടാൻ സെപ്പറേറ്റ് ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഷീറ്റൊന്നും ഇട്ടിട്ടും ഇല്ലല്ലോ. വീടിൻ്റെ മുകളിലാണേലോ സൈഡിലോ ഒന്നും ഷീറ്റ് ഇടാത്തത് കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മഴ കാണുമ്പോഴത്തേക്കും നമുക്കൊരു വിഷമമാണ്. വെയിൽ വന്നപ്പോഴത്തേക്ക് ഇച്ചിരി മഴ പെയ്തിരുന്നെങ്കിൽ കുടയൊക്കെ ചൂടി നടക്കാമായിരുന്നു എന്നൊക്കെ തോന്നിയെങ്കിലും ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് തുണി ഉണങ്ങി കിട്ടാനായിട്ട്. ഇനിയിപ്പോൾ സ്കൂളും കോളേജൊക്കെ തുറക്കുക. ആൻസൂട്ടിൻ്റെ യൂണിഫോം ഷർട്ട് കുഴപ്പമില്ല. നമുക്ക് പിന്നെ വാഷിംഗ് മെഷീനിൽ ഒരു
80% ഉണങ്ങിയാണ് കിട്ടുന്നത്. ബാക്കി 20% ആണ്. കട്ടിയുള്ള തുണി മാത്രം ഉണങ്ങാനായി പാട്. കട്ടി കുറഞ്ഞ തുണി പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ഉണങ്ങി കിട്ടി. അത് ഇവിടെ ഈ കസേരയിലോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ചുമ്മാ അങ്ങിട്ട് കഴിഞ്ഞാൽ പോലും വാതിലിൻ്റെ കതകിലൊക്കെ ഇടുവാണെങ്കിലൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളും. അത് കുഴപ്പമില്ല. കട്ടിയുള്ള എന്തെങ്കിലും പാൻസിൻ്റെയൊക്കെ പാൻസ്, യൂണിഫോം പാൻസൊക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അത് ഇന്ന് തന്നെ കുറേ തുണി അലക്കിയിട്ട് ബക്കറ്റിൽ ഇരിക്കുവാണ് ഉണങ്ങാതെ. മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് പെയ്യുക. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഈ ഇടിമിന്നലോട് കൂടിയ മഴയാണ് വരുന്നത്. അതെന്താണെന്ന് നമുക്കറിയില്ല. അതൊക്കെ ഈ ഒക്ടോബർ മാസത്തിൽ തുലാമഴയ്ക്കല്ലായിരുന്നു ഇടിമിന്നലോട് കൂടി മഴ വരുന്നത്. പക്ഷെ ഇന്നലെ ആണെങ്കിൽ നമ്മൾ ചാച്ചൻ്റെ അടുത്ത് പോയിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഇല്ലായിരുന്നു. അവിടെ തറവാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇടിമിന്നലും നല്ലൊരു മഴയും ഇടിയും എല്ലാം കൂടെ കൂടിയിട്ട് ഒരുമിച്ചാണ് വന്നത്. ഇന്നിപ്പോൾ അടുത്ത മഴക്കാർ ഉരുണ്ട് കൂടി ഇപ്പം ഇച്ചിരി ഉണക്കായിട്ട് തോർച്ചയായിട്ട് നിൽക്കുവാണേ. ഞാൻ ഇത് കണ്ടോ, ഇപ്പം ഇച്ചിരി തോർച്ചയായിട്ട് നിൽക്കുക. ഈ അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷേ ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇത് ലൈറ്റിൻ്റെ വെട്ട, സൂര്യനെ ഉദിച്ച വെട്ട അല്ലാട്ടോ തെങ്ങിൻ്റെ അവിടെ കാണുന്നേ. കണ്ടോ, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ ആ വെട്ടം പോയില്ലേന്ന് നോക്കി. ഇത് കണ്ടോ, നല്ല മഴക്കാറ്. ലൈറ്റ് ഇട്ടപ്പോൾ കണ്ടോ ആ വെട്ടം വന്ന കണ്ടോ. ആരെങ്കിലും ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ജനലിൽ കാണുന്നതാണ്. കയറി വരുന്നുണ്ട്. ഞങ്ങളിപ്പോഴാണ് ഫുഡൊക്കെ കഴിച്ചത്. ഞാൻ കിടന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങി. ആൻസൂട്ടനും കിടന്നുറങ്ങി. ആൻസിയുടെ ബെഡൊക്കെ വിരിക്കിടാമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ കിടന്നത്. ആൻസ് ബെഡൊക്കെ വിരിച്ചപ്പോഴത്തേക്ക് ആൻസ് അതേ കയറി കിടന്നുറങ്ങി. ഞാൻ അവിടെ വന്ന് ബെഡ്ഷീറ്റ് വിരിച്ച് ബെഡിൽ ഷീറ്റ് വിരിക്കാൻ പറഞ്ഞിട്ട് അവൻ ഷീറ്റ് വിരിച്ചവഴി അവൻ കിടന്നുറങ്ങി. എന്നെ വിളിച്ചില്ല. ഞാൻ എന്നിട്ട് പിന്നെ അപ്പുറത്ത് കിടന്നുറങ്ങി. പക്ഷെ അപ്പുറത്ത് കുറേ തുണികളെല്ലാം ഇട്ടേക്കുക. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് ഉണങ്ങിയത് നോക്കിയിട്ടൊന്ന് മടക്കി വെച്ചിട്ട് ബാക്കി ജസ്റ്റ് വീടിനകത്തിട്ട് ഫാനൊക്കെ എന്നിട്ട് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഉണങ്ങിക്കോളൂ. പിന്നെ ചിലതൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെച്ചാൽ അങ്ങ് ഉണങ്ങിക്കോളും. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് എൻ്റെ ആൻസ് എഴുന്നേറ്റ്, ആൻസിന് ചോറിനെ വിളിച്ചിട്ട് അവൻ എഴുന്നേറ്റ് വന്നില്ലേ. ഇപ്പം ഇച്ചിരി പാല് ചൂടാക്കി കൊടുത്ത അവൻ ഹോർലിക്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിട്ട് അവൻ കുടിക്കട്ടെ. പിന്നെ ബണ്ണിരിപ്പുണ്ട്, ബ്രെഡ് ഇരിപ്പുണ്ട്, അതൊക്കെ കഴിച്ചോളും. ചോറ് അവനും ചോറൊരു താല്പര്യമില്ല. ചോറും മീൻകറിയുണ്ട്. മീൻകറി ആൻസിന് ഇഷ്ടമല്ല. പിന്നെയുള്ളത് കിഴങ്ങറി. ഞാൻ രാവിലെ ചപ്പാത്തി കിഴങ്ങറി ഉണ്ടാക്കി. അപ്പോൾ അതവൻ കഴിച്ചു കേട്ടോ. ചോറും മീനും അവന് താല്പര്യമില്ല. എല്ലാവർക്കും ചോറ് വെച്ചിട്ട് മീൻകറിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ടാന്ന് പറയും. നമ്മുടെ ആൻസുകൂട്ടന് അത് പറ്റത്തില്ല. എന്താണെങ്കിൽ ഈ മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലും വെള്ളത്തിൽ കിട്ടും. ബാക്കി ഉടക്കെ ഇപ്പം തന്നെ അവിടെ കോഴിയുടെ അവിടെയെല്ലാം വെള്ളം വീണിട്ട് ഇങ്ങനെ നനഞ്ഞ് കിടക്കുമ്പോൾ രസമില്ല. അതെല്ലാം ഉണക്കാണെങ്കിൽ അടിപൊളിയായിട്ട്. എല്ലാം ഉണങ്ങി കിടക്കുമ്പം അങ്ങോട്ട് കയറി ചെല്ലാനൊക്കെ തോന്നും. അപ്പോൾ കോഴികളെല്ലാം വന്ന് മാതൊക്കെ നോക്കി നിൽക്കുക, ചേട്ടനെ നോക്കി നിൽക്കുന്നത്. അപ്പം ഞാൻ വന്ന് നമ്മുടെ ആൻസൂട്ടൻ കിടക്കണ കിടപ്പ് കാണിക്കുന്നത്. അതാണ് ഇരുട്ടത്തെ വീഡിയോ എടുത്താൽ പറ്റത്തുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ലൈറ്റ് ഇട്ടു. കാണിച്ചു തരാവേ. ഇത് നോക്കാം. ഇങ്ങനെ ആരെങ്കിലും കിടക്കാറുണ്ടോ? കാലിൽ കട്ടിയുള്ളൊരു പില്ലോ, നടുവിനൊരു പില്ലോ, പിന്നെ ടെഡി ബിയർ, തലയ്ക്കലൊരു പില്ലോ, എന്നിട്ട് വായും പൊളിച്ച് കിടക്കുക. ഡാ ആൻസേ, ആൻസ് വാവേ, ഹലോ ഇതേ പോണു. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. എടാ ഇങ്ങോട്ട് എഴുന്നേക്കടാ, പാല് ചൂടാക്കി തരാം. എടാ അതെന്നാടാ കുപ്പിയിൽ ബോട്ടിലത്തെ ഹോർലിക്സിന് പറ്റിയ കട്ട പിടിച്ചതാ? നീ തണുത്ത സ്പൂണും കൊണ്ട് കോരിയായിരുന്നോ ചായയിലിട്ടിട്ട്? പിന്നെ ഇങ്ങണീക്ക, ഇതെന്നാ പരിപാടിയായതാ? കിടക്കട നോക്കിക്കേ. ഇവൻ്റെ മുടി വെട്ടിക്കാറായിട്ടുണ്ട്. എടാ ഇതന്നെ ഇവിടെയും ചുഴിയുണ്ടോ ഇവന്? നിൻ്റെ തലയിൽ എത്ര ചുഴിയാടാ? മുടി കണ്ടമാനം വളർന്ന്. എടാ എണിക്കടാ വച്ചേ. എടുത്തോണ്ട് പോവാനോ? എന്നാ ബാ എടുത്തോണ്ട് പോവാ. ആ കയറിക്ക് എടുത്തോണ്ട് പോവാ. വാ. 14 വയസ്സുള്ള ചെറുക്കൻ പറയുവാ 4 കൊല്ലം കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ പൗരനായി. ആ പൗരൻ പറയുവാണ്
ഇത്തോണ്ട് പോകാൻ. പൗര ഇങ്ങോട്ട് നോക്കിക്കേ, നിന്നത് എല്ലാവരും കണ്ടോണ്ടിരിക്കുക. നീ എന്നാ ഇങ്ങനെ കിടക്കിട? കാലിലൊരു പില്ലോ, നടുവിനൊരു പില്ലോ, പിന്നെ ഒരു ടെഡി ബിയർ, തലയ്ക്കലൊരു പില്ലോ. ഇതെന്തൊരു കിടപ്പാടാ. ടെഡി ബിയറിൻ്റെ മുഖം നോക്കാം, അവിഞ്ഞിരിക്കണം. ടെഡി ബിയർ ഇപ്പം അപ്പിയിടും ഭാരം കാരണം. എഴുന്നേൽക്കടാ ഹൻസേ. രാത്രിയൊന്നും ആയിട്ടില്ല, സമയം വൈകുന്നേരം ആയിട്ടേ ഉള്ളൂ. എടാ എഴുന്നേൽക്കടാ. ബെഡ്ഷീറ്റ് കണ്ടോ? മിക്കി മൗസൊക്കെയാ. ബെഡ്ഷീറ്റൊക്കെ ഏത് വഴിക്ക് പോയി? എന്തോ ചിരിയായത്? എഴുന്നേക്കടാ. നിന്റെ ഫ്രണ്ട്സ് ഇത്തോണ്ട് പോകുന്ന പറഞ്ഞാ? ബാ, നിന്റെ പിള്ളേരുടെ കളറും എൻ്റെ ഉടുപ്പിൻ്റെ കളറൊക്കെ ഒരുപോലെ ഇരിക്കുന്നല്ലോ. ആ എടുക്കാത്തപ്പോ നീ എന്നെ എടുക്കാത്തെ? നീ മോളിൽ കയറിയിട്ടാ ഇടയിലേക്ക് കയറിക്കോ. പിന്നെ എടുക്കാൻ പറ്റുമോന്ന് ഞാനും നോക്കട്ടെ. പിന്നെ എൻ്റെ പൊക്കം അയക്ക് കേട്ടോ. അവിടെ നിന്ന് അയ്യോ എൻ്റെ പൊന്നു തമ്പി. പത്തേ എങ്ങോട്ട് പോത്തേന്ന് കേറിയിരിക്കണ. ആൻസൂട്ടൻ കൊഞ്ചുന്ന. ആൻസൂട്ടൻ കൊഞ്ചണം നോക്ക്. അവിടെ ഒരാള് ഞാൻ വിടുവാണേ. അവിടെ ഒരാള് അതെന്താ വെച്ചാ വരുന്നേ? ആടിന്റെ വെച്ചാ വഴക്ക് വീഡിയോ പിടിക്കട്ടെ. ചായോ? ആള് വാതുക്കെ വന്ന് ചേട്ടനെ വിളിക്കുന്നു. ചേട്ടാ ചായോ? കഞ്ഞി കുടിക്കേണ്ട സമയത്ത് ചായയോ? കഞ്ഞി കുടിക്കടാ. തിളപ്പിക്കാൻ പോവാ. കൊഞ്ചും മൈനാക്കിളി, കൊഞ്ചും മൈനാക്കിളി. എന്താ പറയണേ? എന്താ പറയുന്നേ? എന്തെങ്കിലൊക്കെ പറയൂ. എന്തെങ്കിലൊക്കെ പറ. എന്തെങ്കിലും പറ. ആഗോള താപനം എങ്ങനെയൊക്കെയുണ്ട്? നല്ല കാലാവസ്ഥയാണ്. മഴയൊക്കെ എങ്ങനെയുണ്ട്? തുണിയൊക്കെ ഇന്ന് മഴ ഇല്ലായിരുന്നോ? എന്നാലും പൊടിഞ്ഞോണ്ടിരിക്കുവല്ലായിരുന്നോ? അതുകൊണ്ട് തുണി ഉണങ്ങാൻ വല്ലതും പറ്റിയോ? ഇതാ ബക്കറ്റിലിരിക്കുന്നല്ല. എന്നതാ ഇതോ? ആ മുകളിലിട്ടത് കഴുകി കൊണ്ട് വെച്ചേക്കണതല്ലേ? ആ കുഴിച്ചാൻ തുടങ്ങിയായില്ല. നനഞ്ഞിരിക്കണോണ്ട് മഴക്കാലമല്ലേ മഴയല്ലേ. പാട്ട് പാടടാ. ഇപ്പോൾ ഒത്തിരി നാൾ കൂടി ഇന്നലെ ഞാനും ആൻസും കൂടെ ഇരുന്നിട്ട് വാഴ 2 ഒരു സിനിമ കണ്ടു. വാഴ 2 മൂവി ഒരു സിനിമ കണ്ടു ഹോട്ട്സ്റ്റാറിൽ. ഇനിയും കാണാൻ കിടക്കുക, കുറേ ഉണ്ട്. ദൃശ്യം കാണാൻ കൊണ്ടുപോകാന്നാ പറഞ്ഞ. മടിയിരുത്താവോ? നിന്നെ മടിയിരുത്തുവാടാ? നല്ല സ്നേഹമുള്ള അങ്ങനെ. എനിക്ക് അവന് ഒത്തിരി വെയിറ്റ് ഇല്ലല്ലോ. എന്തിനാ? അതെനിക്ക് പഴയ മനുഷ്യയില്ലാത്തന്റെ വിഷമം, ഭയങ്കര വിഷമം. എപ്പോഴെപ്പോഴും അതേക്കാണ് നോക്കും. 100 ഗ്രാം കുറഞ്ഞ അത്ര ആയി. എന്നതാ കാരണം? ഫുഡ് 7 മണിക്ക് മുമ്പ് കഴിച്ച് ജീരവെള്ളം കുടിച്ച ഓക്കെ സെറ്റാ. 69ലേക്ക് വന്നു.
ചേട്ടൻ എന്നാ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു? ചേട്ടൻ ഒന്നുമല്ല, ഒരു ചേട്ടനല്ല ചേട്ടാ. ചേട്ടനാണെങ്കിൽ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ചേട്ടാ? ചേട്ടനോട് ആരെങ്കിലും കഴിക്കണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ചേട്ടന് വെയിറ്റ് ഉണ്ട്, രണ്ടല്ല വെയിറ്റ് 74. പറയണേ പള്ളിയിലുള്ളൊരു വെയിറ്റ് നോക്കാതിരിക്കണവരാണോ? പുതിയ അറിവാ. 74. ആ കുളി കഴിഞ്ഞ ചേട്ടൻ കുട്ടപ്പനാവോ? ജാക്സൺ എന്നുള്ള പേര് മാറുമോ കുളിച്ചു കഴിഞ്ഞാ? പിന്നെ എല്ലാം കഴിക്കാനുണ്ടോ ചേട്ടാ? കഴിക്കാൻ വല്ലതും ഉണ്ടോ? പിന്നെ അത് കഞ്ഞിയാ കുടിച്ചേ. അല്ലാതെ വല്ലതും ഉണ്ടോ? ചേട്ടന്റെ ബർത്ത്ഡേ വാഞ്ചോ കേക്ക്. ചേട്ടന്റെ ബർത്ത്ഡേ കേക്ക് ഉണ്ടല്ലേ ചേട്ടാ? വാവ്. കോഴി തിന്നോ? പാവം കോഴി, അതൊക്കെ കഷണാക്കി കൊടുത്തെടുത്ത് വേങ്ങാൻ. ചേട്ടായിയെ മടുത്തു. ചേട്ടായിയെ ചേട്ടായിയെ ഇവിടെ വിളിച്ചേ, നീറ്റ് മട്ട വിളിച്ചേ. തല കാണാൻ മേലോടാ. ഈ ചെറുക്കന് പൊക്കോ ഇല്ല ഇവന്റെ മടി കയറി ഇരുന്നിട്ട്. ഇങ്ങനെ ആക്കി കയറി നരുന്നിരിക്കും പോലെ ഇരിക്കണ ആക്കി കയറി. ഞാൻ ചേട്ടന്റെ മടിയിലിരിക്കാൻ ചോദിച്ചതല്ല, ചേട്ടൻ എന്നെ ഇരുത്തിയോ? ഇവനുണ്ടല്ലോ ഞാൻ ഒരു ദിവസം കസേര പിടിച്ച് താഴെ പോയതാ ചേട്ടാ. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന കേട്ടോ, ചായ കുടിക്കാനായിട്ട്. ചോറായിരുന്നു തോന്നുന്നു, ചോറ് കപ്പ വേണ്ട. ഇതിന്റെ വേറെ കസേര അതിന്റെ അറ്റ വെച്ചിട്ട് വിട്ടിരിക്കാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ ഇവനെ ഞഞ്ഞാവേ പറഞ്ഞിരുന്നില്ല. കസേര പറഞ്ഞ് താഴെ വീണ ഞാൻ ചോറ് മാത്രം ജസ്റ്റ് ഇങ്ങനെ തട്ടിയുള്ളൂ, അല്ലെങ്കിൽ അതും താഴെ പോയി ചാടി പൊട്ടിയാന്. കസാര മേടിക്കുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ കസാര മേടിക്കുമ്പോൾ കട്ടിയുള്ള ചിലപ്പോൾ ആ കൂടെ കൂടുതലായിരിക്കും. ആ കസാര മേടിച്ചില്ലെങ്കിൽ ഇതൊക്കെ കട്ടി കുറഞ്ഞ കസാര വില കുറവുണ്ടല്ലോ കൊണ്ടുവരും. ഈ ഇരിക്കുമ്പോൾ കാല് ഇങ്ങനെ മുമ്പോട്ട് പോകും, വളയും വളഞ്ഞു പോവുകയും ചെയ്യും. എപ്പോഴും കസാര മേടിക്കുമ്പോൾ സ്റ്റൂളായി മേടിക്കുമ്പോൾ കട്ടിയുള്ള സ്റ്റൂൾ ചിലപ്പോൾ അമ്പൂല കൂടും. മഴക്കാലമല്ലേ മഴയല്ലേ പൂക്കാലമല്ലേ പൂക്കളല്ലേ. ആൻസിന്റെ യൂണിഫോം കിട്ടിയിട്ടില്ല, വിളിച്ചു ചോദിക്കണം. ഡ്രം പാൻസ് തൊടുപുഴ അല്ലേ ആൻസേ? 20-ാം തീയതി തരാന്ന് പറഞ്ഞു. 20-ാം തീയതി അവര് വിളിച്ചില്ലല്ലോ. അയ്യോ എന്റെ കൈയുടെ ഇവിടെ കടിക്കണം. ചേട്ടാ രാവിലെ പോലെ ഇവിടെ കടിയാ ചേട്ടാ. ഇവിടെ ഒരു കുരു പോലെ വന്നിട്ടുണ്ട്, ചെറുതൊരു തടിപ്പ്. കൊതു കഴിച്ച ചൊറിയോ ചേട്ടാ? എനിക്ക് തിന്നാൻ തരാവോ? കൊതുകുണ്ട്. മഴക്കാറ് കയറിയിട്ടുണ്ട്. കടിക്കുന്ന ഇവൻ എന്നെ കാണിക്കുന്നുണ്ട്. നിനക്ക് കാലുവേന എടുക്കണ്ടോടാ? ഇവൻ ഇരിക്കണൊക്കെ പാവം. അതിന് നീ എന്റെ മടി കയറിയിരുന്നടാ. നീ എണീറ്റ് എന്റെ മടി ഇരുന്ന അപ്പൊ എനിക്ക് ഫേസ് കാണാൻ പറ്റുമോ നോക്കട്ടെ. പിന്നെ എനിക്ക് ഏകദേശം ഒരേ പൊക്കമല്ലേ. നീ എണീറ്റടാ. ഇവിടെ വാടാ. എന്റെ അടുത്ത് കിടന്നോണ്ട് വഴക്കുണ്ടാക്കാൻ പറ്റില്ലാണോ? എല്ലാം പോയി. ഓ ഇത് രണ്ടുപേര് ബ്ലൂ ഒക്കെ ആണല്ലോ. ഇപ്പൊ സത്യത്തിൽ ഇവര്, ഞാൻ പറയട്ടെ, സത്യത്തിൽ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരെ ജോഡിക്ക് ഡ്രസ്സ് ഇടണേ. ഞാൻ ഔട്ട്. പണ്ടാരാണ്ട് കമന്റ് ചെയ്തായിരുന്നു ഇപ്പൊ ഞാനും ആൻസ് ഒരേപോലെ ഉടുപ്പിടാറില്ലല്ലോ എന്ന്. ഇപ്പൊ ഇവര് രണ്ടുപേരും ജോഡി. ചേട്ടന്റെ ബർത്ത്ഡേയുടെ അന്ന് അതേ കളറില്ലേ
എടാ ഒരു ഉമ്മ കൊടുത്തേടാ, എടാ ഒരു ഉമ്മ കൊടുത്തേടാ. എന്നാലും ഉമ്മാരെ ഈ രണ്ടവന്മാരുടെ ഞങ്ങളുടെ ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞ് ഞാൻ ഈ രണ്ടെണ്ണത്തിന് നിർത്തി വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത്. ചേട്ടനും അറിഞ്ഞില്ല, ആനസും അറിഞ്ഞില്ല. കടിക്കല്ലിട്ടോടാ. മുമ്പിലെ പല്ല് പോയാ ഇനി വരൂലാട്ടോടാ, നാണക്കേടായി പോവും. അതെന്നാ ചേട്ടാ കേക്കുന്ന? അവസാനം ഇരുന്ന് ആനസിരുന്ന് മോങ്ങണ്ട വരുവേ. എന്നും വഴക്കിന്റെ അവസാനം ആനസിരുന്ന് കരച്ചില്ല. അവൻ തോക്കൂന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവന്റെ അവിടെ ഇടിച്ച് ഇവിടെ ഇടിച്ചെന്ന്. ഇവൻ ഭയങ്കരനാണ്. ഇവൻ തോക്കൂന്ന് അറിയുമ്പോഴാട്ടോ അത് അവന് തോക്കാൻ പറ്റൂലേ, അതിന് വേണ്ടിട്ടാണ് ഇവൻ ഈ പറയുന്നത്. നീ അവസാനം ഇരുന്ന് മോങ്ങും. അതെന്നാ എനിക്കതറിയാം. എനിക്ക് ഇവൻ തോക്കൂന്ന് അറിഞ്ഞാ പിന്നെ ഇവൻ കരയുള്ളൂ ജയിക്കാൻ വേണ്ടി. ഒരു കളിയായിട്ടുണ്ടെങ്കിൽ അതിന്റെ സെൻസിൽ എടുക്കണ്ടേ. എടാ സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം. എടാ സെൻസിറ്റിവിറ്റി വേണം. ആർക്കും അവിടെ പോയി ഞാൻ വീഡിയോ എടുക്കുവാന്ന് എന്നെ ശല്യം ചെയ്യുന്നത്. ഇപ്പോഴാണ് മനസ്സിലായി വീഡിയോ എടുക്കുവാന്നുള്ള കാര്യം. ഓ ഓ പഠിച്ചു. ഇതെന്നതാ കന്യാശ്രീയോ? പപ്പയുടെ ഫേസ് ഉണ്ടടാ. അപ്പൊ നിന്റെ കാര്യം പോക്കായി. ഇങ്ങനെ ഇരിക്കുന്നതിൽ ഈ ചെറുക്ക തൊട്ട വേദന എടുക്കും. ഇതിനെ കാണിക്കണേ. എടാ പുറകിന്ന് തൂങ്ങലിട്ടോടാ, കസേര ഒടിഞ്ഞ് നിന്റെ മേത്തേക്ക് വന്നിയാട്. ഇവ തോറ്റൂന്ന് പറഞ്ഞ പിന്നെ വേദന എടുത്തു എന്ന് പറഞ്ഞ് ഇവരിത് കരയുവേ. ഭയങ്കര അടവ് പിടിച്ച് കറക്കനായത്. അറിഞ്ഞു. നിന്നെ വിശ്വാസം എന്റെ ചെറിയ കൈയാന്ന്. അവന്റെ കൈ പിടിച്ച് വെക്കുകയാട്ടാ. ഒരു ഞെക്കം കൊടുക്ക. കറണ്ടിന് വേണ്ട ഒരു റിലീഫ്. അത് വെക്കല്ലോ എന്റെ ഞാൻ വീഡിയോ എടുക്കുക. ആ ഇടി മുഴങ്ങി തുടങ്ങി ചേട്ടാ. ആടിനൊക്കെ വെള്ളം കൊടുക്കണ്ടേ? ഇപ്പൊ കരണ്ട് പോവാ. പാലെടുത്ത് കാച്ചണം. പാലെടുത്ത് വേണം നമുക്ക് കാച്ചി കുടിക്കാം. ആയിട്ട് കുളിക്കല്ല, നന്നായിട്ട് കഴുക. പാൽപാത്രം ഇവിടെ വെച്ചേക്കണേ. നമ്മള് പാലിട്ടിട്ടുണ്ട്. പാല് തിളച്ച് വരാനാണ് ഏറ്റവും പാട്. നെയ്യൊക്കെ മുകളിലേക്ക് പാറി വന്നിട്ടുണ്ടേ. പക്ഷെ പാല് തിളച്ച് വരാനായിട്ട് നമ്മൾ നോക്കി നിന്നാൽ തിളക്കില്ല. കണ്ണൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മാത്രം മതി. പോയി ഗ്ലാസ് എടുത്തോണ്ട് പോടാ. അവന് പാലായിട്ട് മതി, അവന് ചായ വേണ്ടാവുള്ളൂ. ഞാനാണ് ഇവിടെ ചായപ്പൊടിയൊക്കെ എടുത്ത് നോക്കിയിരിക്കുക. ഇടല്ലേ, നിനക്ക് വേണ്ടേ? ഓ എൻ്റെ പൊന്നോ, കൈ മാറ്റാ. ഇട്ടാ ഇതെന്തുവാടാ? അടച്ചു വെക്കാ. മസാല തന്നിട്ട് എരിവൊന്നുമില്ലല്ലോ. അതിൽ മുളക് പൊടി മല്ലിപ്പൊടി അല്ല ഇറക്കാ. ഇതേ കോഴിയെല്ലാം വന്ന് വാതൊക്കെ നിൽക്കുന്നത്.
അതെ കൈ ഉള്ളി ചായ ഇന്നത്തെ ഒരു മെമ്മറി, ഒരു നൊസ്റ്റാൾജിയക്ക്. ഈ ബ്രെഡിൻ്റെ കട്ടി നോക്കിക്കേ, ബ്രദേഴ്സ് ബ്രെഡാ. നടക്കട്ടെ. എന്നാടാ നീനെ നാക്കുന്നില്ല? ഇവിടെ നിന്ന് വാങ്ങിയതാ, മറ്റേ പോൾസണിലെ ബ്രെഡാ അല്ലേ. മുഖ്യ അതിനകത്തേക്ക് അരിഞ്ഞ് ചാടും. എന്താ മൂലൊന്ന് പാത്ത് നിന്ന് നോക്കുവാന്നേ. എന്നാ ചേട്ടാ ചിരിക്കുന്നേ? എന്നാ ചേട്ടാ ചിരിച്ചാന്ന് പറ. കല് വന്ന് കുടിക്കാം. ഞാൻ മറയും. ഞാൻ വായിലേക്ക് പൊറത്ത് വെച്ചിട്ട് നോക്കിയത് ചേട്ടനെ. അപ്പൊ ഇന്നാളെ ഞാൻ കുളിക്കാൻ കയറിയപ്പോ ചീറ്റിയതാരാ? ഞാൻ പറഞ്ഞില്ലേ ബാത്റൂമിൽ നിന്ന് ചീറ്റണം ഒച്ച കേട്ടൂന്ന്. ഇവിടെ രണ്ടവന്മാര് കള്ളന്മാരാ, ഒറ്റ ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല. നീ ആണോടാ ചീറ്റിയ? എനിക്കറിയില്ല. ആ സാരല്ല, അങ്ങനെയൊക്കെ കുഞ്ഞു പിള്ളേർ കഴിക്കുമ്പോ അങ്ങനെയൊക്കെ വിശ്വാസമില്ല. അപ്പൊ ഞാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. ഒരുത്തനെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ചായ കൊടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ നിന്നെ കുത്തിപ്പൊക്കി എഴുന്നേറ്റ് കൊണ്ടുവന്ന് ചായ കുടിപ്പിച്ച വീഡിയോ. ഇവൻ ചായ കുടിക്കുന്ന ആരും കണ്ടില്ലേ? ഇതേ ആൻസ് ഹോർലിക്സ് കലക്കി 2 ഗ്ലാസ് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ഗ്ലാസ്സിൽ ആൻസ് ചായ കുടിക്കുന്നുണ്ടേ. നമ്മുടെ കറിയുടെ ഇത് ചാടിയിട്ടുണ്ട്, തുടച്ചില്ല. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ.